ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ടാറ്റയുടെ ഷോറൂമിലാണ്, മുത്തൂറ്റ് ടാറ്റയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെക്സോൺ കണ്ടോ, ഇത് കിടക്കുന്നത് നെക്സോണിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നത്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. വേരിയൻസ് ജസ്റ്റ് പറഞ്ഞു തരാം. സ്മാർട്ട് എന്നാണ് ബേസ്, പ്യൂർ വരുന്നുണ്ട് സെക്കൻഡ് വേരിയൻറ്റ്, ക്രിയേറ്റീവ് അടുത്ത വേരിയൻറ്റ്, പിന്നെ ഫിയർലെസ് എന്ന ടോപ്പ് വേരിയൻറ്റ് നമുക്ക് വരുന്നുണ്ട്. അതിൽ തന്നെ പ്യൂർ എന്ന വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. ഈ ഒരു പ്യൂറിൽ തന്നെ നമുക്ക് രണ്ട് വേരിയൻറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പ്യൂറും അതുപോലെ പ്യൂർ എസും നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്യൂറും പ്യൂർ എസും തമ്മിൽ ഏകദേശം 40,000 രൂപ വ്യത്യാസമാണ് നമുക്ക് വരുന്നത്. ആ ഒരു 40,000 രൂപ കൊടുത്ത് നിങ്ങൾ പ്യൂർ എസ് എന്ന വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൺറൂഫ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഓട്ടോ ലാമ്പാണ് വരുന്നത്, കൂടാതെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് നമുക്ക് ആ ഒരു 40,000 രൂപയ്ക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്യുന്നത് നടപ്പശമുള്ള കാര്യമല്ല. സൺറൂഫൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഓട്ടോ ലാമ്പ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സൊക്കെ പാട് തന്നെയാണ്. കമ്പനിയിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 40,000 രൂപ എക്സ്ട്രാ കൊടുത്ത് ഈ ഒരു വേരിയൻറ്റ് തന്നെ ചൂസ് ചെയ്യുക. പ്രൈസ് ജസ്റ്റ് പറഞ്ഞുതരാം. പ്യൂർ എന്ന വേരിയൻറ്റ് മാനുവൽ 1130, അതിൻ്റെ ഓട്ടോമാറ്റിക്കിന് 1245 ഓൺ റോഡ് വരുന്നുണ്ട്. ഈ ഒരു പ്യൂർ എസ് എന്ന ഈ ഒരു വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ഏകദേശം 1170, അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് 1285 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയൊരു വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. വി എന്റർടൈൻമെന്റ് സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ പേജ് കിട്ടും. ജസ്റ്റ് എടുത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു ലൈക്ക് കൂടെ നടിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് ഇതൊരു പെട്രോൾ വേരിയൻ്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി വ്യത്യാസം വരുന്ന ഡിസൈനകത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഒരു ഇലക്ട്രിക് വാഹനമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് പെട്രോൾ വാഹനമാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ പറ്റും ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്ത് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നത്. അത് മാത്രമല്ല DRL നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു പോർഷനിലായിട്ട് ഇൻഡിക്കേറ്റർ നമുക്ക് വരുന്നുണ്ട്. ഒരു ഗ്രില്ലൊക്കെ ക്ലോസ് ചെയ്തേക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ നൽകിയിട്ടുള്ളത്. ഗ്ലോസി എലമെൻ്റ് ആണ് ആ ഒരു പോർഷനിലേക്ക് നൽകിയിട്ടുള്ളത്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഹെഡ്ലാമ്പാണ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫോഗ് ലാമ്പ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളത് എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു എയർ ഡാമിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമൊക്കെ വരുന്നുണ്ട്. ആ ഒരു എയർ ഡാമിൻ്റെ ഡിസൈനൊക്കെ ആയാലും ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാരക്ടർ ലൈൻസൊക്കെ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ നൽകിയിട്ടുള്ളത് കാണാം. നമ്മളൊരു ട്രൈയാറോ ഡിസൈൻ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷനിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. ടാറ്റയുടെ വാഹനങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് ആ ഒരു ട്രൈയാറോ ഡിസൈൻ പാറ്റേൺ. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആ ഒരു ട്രൈയാറോ ഡിസൈൻ പാറ്റേൺ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ആ ഒരു ട്രൈയാറോ ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുള്ളത് കാണാം. സെൻറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് തന്നെയാണ് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ സെൻറ്റർ പോർഷനിലൊക്കെ വരുന്നത്. ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ആ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് കമ്പനി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യം നമുക്ക് ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ട് വരുന്നില്ല. അവിടെ തന്നെ നമുക്ക് സൈഡിലേക്ക് വരാം. അപ്പോൾ നമുക്കൊരു പഴയ ജനറേഷൻ വാഹനമായിട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. റൂഫ് റെയിൽ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമേറിയ മിററാണ് വരുന്നത്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റിലാണ് വരുന്നത്. ആ ഒരു എ പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ബി പില്ലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് ഒരു ബി പില്ലറും നൽകിയിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ പക്ഷേ ബോഡി കളറല്ല നൽകിയിട്ടുള്ളത്, ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയത്. അത് ചെറിയൊരു അരോചകമായിട്ട് എനിക്ക് തോന്നി. ബോഡി കളറോ അല്ലെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല, ആഫ്റ്റർ മാർക്കറ്റ് നിങ്ങൾ എടുത്തതിന് ശേഷം അത് ചെയ്താൽ മതിയാവും. താഴ്ഭാഗത്ത് ആ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വീൽ കപ്പാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നത്. നിങ്ങൾ അലോയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്തേണ്ടതായിട്ട് വരും. 195/60R16 ടയർ പോലെ, അതിൽ 16 ഇഞ്ച് ടയറാണ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിലൊക്കെ ആയിട്ട് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ ഫ്രണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. നല്ല മസ്കുലർ രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടർ ലൈൻസാണ് ആ ഒരു സെൻറ്ററിൽ ആ ഒരു ഫ്രണ്ടറിൻ്റെ പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ടിൽ ലൈറ്റ് നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ കയറി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഇവിടെ വരെ നമുക്കത് വരുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കിയാൽ ക്യാരക്ടർ ലൈൻസൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലേക്ക് നല്ല ബോൾഡായിട്ടുള്ള ലൈൻസൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് സൺറൂഫ് എന്നുള്ള ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. സൺറൂഫ് കൂടി നമുക്ക് ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. ആ ഒരു കട്ടിങ്സും ആ ഒരു സൈഡിൽ കണ്ട ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് ആ ഒരു റിയർ പ്രൊഫൈൽ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ബമ്പറിലെ ലൈൻസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. റിവേറ്റ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. റിവേറ്റ് ക്യാമറ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. റിയർ വൈപ്പർ ഡീഫോക്കൽ ലെൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വരുന്നില്ല. അത് മാത്രമല്ല ടെയിലാമ്പിലേക്ക് വരുന്ന സമയത്ത് LED-ലാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ടെയിലാമ്പ് നൽകിയിട്ടുള്ളത് LED-ലാണ്. കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ കണക്റ്റഡ് അല്ല, ഫംഗ്ഷനിങ് അല്ല, ജസ്റ്റ് ആ ഒരു ഡിസൈൻ വൈസ് ആ ഒരു രീതിയിൽ നൽകിയിട്ടുള്ളതേ ഉള്ളൂ. ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സോൺ എന്നൊരു ബാഡ്ജിങ് കൂടി നമുക്ക് ആ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത്
നൽകിയിട്ടുള്ളത്. കാരണം ആ ഒരു ബമ്പറിൻ്റെ താഴ്ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ആ ഒരു താഴ്ഭാഗമൊക്കെ നൽകിയിട്ടുള്ളത്. ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നെഗറ്റീവ് തോന്നുന്നത് വെച്ചാൽ നമുക്കിവിടെ സെൻസറോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടില്ല. ജസ്റ്റ് നമുക്ക് അകത്തേക്ക് ചെന്നെങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പാഴ്സലിൽ നമുക്ക് ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നമ്മുടെ ബോർഡ് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റിംഗ് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ അതിൻ്റെ സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നാൽ ഈ ഒരു പോർഷനിലായിട്ടാണ് കമ്പനി സ്പെയർ ടയർ പ്ലേസ് ചെയ്തത്. വേറെ ലൈറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പോർഷനിലായിട്ട് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഹുക്സ് നൽകിയിട്ടുണ്ട്. ആ ഒരു പോർഷനിലേക്കാണ് ഹുക്കുകൾ വരുന്നുണ്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ആ ഒരു പോർഷനിൽ പിടിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഇനി അകത്തേക്ക് വരാം. അപ്പോൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് നോക്കി കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. താഴ്ഭാഗത്ത് ചെറിയൊരു വൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു കളർ തീം താഴ്ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ജസ്റ്റ് ഡോർ പാഡിലേക്ക് വരാം. 4 ഡോർ പവർ വിൻഡോ നമുക്ക് ഒരു വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്റ്റോറേജ് സ്പേസ് കണ്ട് ഈ ഒരു പോർഷനിലേക്കാണ് നൽകിയിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ വരുന്നുണ്ട്. ഗ്ലോസി എലമെൻറ്റ് ആണ് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. ഫോൾഡിംഗ് ഓപ്ഷൻ നമുക്ക് ആ ഒരു പോർഷനിലായിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അമ്പർല എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയൊരു ഡോർ പാഡാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അകത്തേക്ക് വരുന്നതിന് മുമ്പ് സീറ്റിന് ഇതൊന്ന് കാണിച്ചു തരാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു പൊസിഷനിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സീറ്റിൻ്റെ കളർത്തി നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സീറ്റൊക്കെ നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ കീ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൻ്റെ കീ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫ്ലിപ്പ് കീ ആണ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ ലോക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കീ നോർമൽ കീ തന്നെയാണ്. ഒറ്റ കീയിൽ മാത്രമേ നമുക്ക് സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ജസ്റ്റ് നമ്മൾ അകത്തേക്ക് കയറാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് കിട്ടുകയില്ല. ജസ്റ്റ് കീ ഒന്ന് ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരാം. ഡിജിറ്റലായിട്ടുള്ളതാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് എടുത്ത് പറഞ്ഞേക്കാം. ഡിജിറ്റൽ തന്നെയാണ്. ബ്ലാക്ക് ഫിനിഷുമാണ് നൽകിയിട്ടുള്ളത്. വേറെ കളർ കോമ്പിനേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നല്ല രസമാണ്. നല്ല പ്രീമിയം ഫീലിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയത്. കണ്ടോ, ഫ്ലാറ്റ് ബോട്ടമാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു എലമെൻറ്റ് ആ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്കത് അവൈലബിൾ ആണ്. ടാറ്റയുടെ ലോഗോ ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മളത് കീ ഓഫ് ആക്കുന്ന സമയത്ത് കണ്ടോ ഈ ഒരു രീതിയിലാണത്. കീ ഓൺ ആക്കുന്ന സമയത്ത് ഓണായി വരുന്നുണ്ട്. ടാറ്റ ലോഗോ നല്ല രസമുണ്ട്. ആ ഒരു സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കളർ കോമ്പിനേഷൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫുള്ളി ബ്ലാക്ക് ഫിനിഷും പിന്നെ ഈ ഒരു പോർഷനിലേക്കായിട്ട് ലൈറ്റ് കളറും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇൻഫോർട്ടൻറ്റ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ഹർമൻ്റെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് തൊട്ട് ആപ്പിൾ കാർപ്ലേക്ക് നമുക്ക് ആ ഒരു ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് വലിപ്പത്തിലൊന്നും അല്ല വരുന്നത്. അത്യാവശ്യം ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക വലിപ്പമൊന്നുള്ള ഒരുപാട് വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു AC വെൻ്റൊക്കെ കുറച്ച് താന്നിരിക്കുന്ന രീതിയിലാണ് ആ ഒരു AC വെന്നിൻ്റെ ഡിസൈനൊക്കെ കമ്പനി നൽകിയതാണ് ഈ ഒരു പോർഷനിലായിട്ട്. അത്യാവശ്യം വലിപ്പമേറിയതുമാണ് ആ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. കണ്ടോ, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ACയുടെ കൺട്രോൾസ് ഒക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ അല്ല. മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓൾറെഡി ഈ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോഴത്തെ ടാറ്റയുടെ വാഹനങ്ങൾ ഡിസൈൻ പാറ്റേൺ ഒക്കെ നൽകിയിട്ടുള്ളത്. കണ്ടോ, നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ട്. മാനുവലി വേണം കൺട്രോൾ ചെയ്യാൻ. ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ആ ഒരു അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ ഹസാർഡിൻ്റെത് ലോക്ക് അൺലോക്ക് തുടങ്ങിയ കൺട്രോൾസ്, ടെമ്പറേച്ചറിൻ്റെത്, അതേപോലെ ഫാൻ്റെ കൺട്രോൾസും ഒക്കെയാണ് ആ ഒരു പോർഷനിലാണ് നൽകിയത്. അത് ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷിലും ഒരു ഗ്ലാസ് എലമെൻറ്റ് പോലെ തോന്നുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഒരു സീരിയൽ കണ്ട ആ ഒരു സെയിം എലമെൻറ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു പോർഷനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെയായിട്ട് നൽകിയിട്ടുള്ളത്. അതിനുള്ളിലായിട്ടാണ് ചാർജിങ് സോക്കറ്റൊക്കെ നൽകിയത്. കണ്ടോ, അതുപോലെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ആ ഒരു ഗിയർ ലിവർ കണ്ടോ, നല്ല പ്രീമിയം വാഹനത്തിൽ വരുന്ന രീതിയിലുള്ള ഗിയർ ലിവറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു പോർഷനിലേക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. സിറ്റി, എക്കോ, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു സെൻട്രൽ ടണൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ക്യാബിന് രണ്ടായിട്ട് തിരിക്കുന്ന രീതിയിലാണ് ആ ഒരു സെൻട്രൽ ടണൽ നൽകിയിട്ടുള്ളത്. മറ്റുള്ള വാഹനങ്ങൾ കാണുന്ന പോലെയല്ല. ഇതിനകത്ത് കുറച്ചുകൂടി നല്ല രീതിയിലാണ് ഈ ഒരു വാഹനം നൽകാൻ. ആംബ്രസ്റ്റ് നമുക്ക് വരുന്നില്ല. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. സീറ്റിൻ്റെ കളർ തീമൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഒരു വൈറ്റ് കളർ നൽകിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മാസീവ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് നോക്കിയാൽ ഈ ഒരു മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം. അതേപോലെ ഇവിടെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾസാണ് ഈ ഒരു പോർഷനിൽ നൽകിയിട്ടുള്ളത്. സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. നമുക്കത് ക്ലോസ് ചെയ്യാനൊക്കെ മാനുവലി ക്ലോസ് ചെയ്യണം. ബാക്കിയൊക്കെ നമുക്ക് വൺ ടച്ച് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും സാധിക്കും. അതുപോലെ 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. 6 എയർ ബാഗ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഈ ഒരു സീൽ ബെൽറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൻ്റെ
ഡാഷ്ബോർഡും കമ്പനി ഡിസൈൻ ചെയ്തത്. സെൻട്രലൊക്കെ അവൈലബിൾ ആണ്, ഞാൻ ഓൾറെഡി കാണിച്ചു. ജസ്റ്റ് റിയർ സീറ്റിലേക്ക് വരാം. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് റിയർ AC വെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ ചാർജിങ് സോക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടില്ല. അതേപോലെ തന്നെ 2 ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്യാവശ്യം 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ നല്ലൊരു തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്ന സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഒരു ഡോർ പാഡിൽ അവൈലബിൾ ആണ്. ആ ഒരു വൈറ്റ് കളറും ആ ഒരു ഗ്ലോസി എലമെൻ്റൊക്കെ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സീറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂപ്പ് രീതിയിൽ തന്നെയാണ് ആ ഒരു സീറ്റൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന കസ്റ്റമേഴ്സിന് അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരു റിയർ സീറ്റിൽ പറയാനായിട്ട്. ടോപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൺറൂഫ് ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വേറെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും ആ ഒരു സെൻട്രലായിട്ട് നൽകിയിട്ടില്ല. ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. നമുക്ക് എഞ്ചിൻ ബേയിലോട്ട് വരാം. അപ്പോൾ എഞ്ചിൻ ബേയിലോട്ട് വരുന്ന സമയത്ത് ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എഞ്ചിൻ ബേയിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഹെവിയും കൂടാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എഞ്ചിൻ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് സ്പേസോ കാര്യങ്ങളോ ഒന്നും തന്നെ എഞ്ചിൻ ബേയിൽ വരുന്നില്ല. അതുകൊണ്ട് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസുലേഷനൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണ ചില വാഹനങ്ങൾ നമ്മൾ ആ ഒരു പോർഷനിലൊന്നും ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല. താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് വേറെ ക്ലോസിംഗ് ആയിട്ട് കിടക്കില്ല, ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. താഴ്ഭാഗത്ത് കൂടി എന്തെങ്കിലും കവറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഒരു എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 1.23 സിലിണ്ടറാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. ടെർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 120 PS അതേപോലെ 170 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ട്. മൈലേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 13 മുതൽ 16 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതിയാകും ഈ ഒരു വാഹനത്തിന്. ഇപ്പോൾ കമ്പനി പറഞ്ഞ അലിക്കൂടിലൊക്കെ പറയും അത്ര മൈലേജ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്ര മൈലേജ് കിട്ടുകയുമില്ല. ഒരു 13നും 16നും ഇടയ്ക്ക് മൈലേജ് ആയിരിക്കും റിയൽ ലൈഫിൽ ഈ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം മോശമല്ലാത്ത ഒരു വാഹനമാണ്. ടോപ്പിലും ഇൻസുലേഷനൊക്കെ നൽകും. അപ്പം മോശമല്ലാത്തൊരു വാഹനമാണ്. നല്ലൊരു ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. അതായത് ഒരു സെക്കൻഡ് വേരിയൻറ്റ് കൂടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു സെക്കൻഡ് വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു 10-11 ലക്ഷം ബഡ്ജറ്റിൽ ഒരു നെക്സോൺ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. കൂടുതലായിട്ട് അറിയാൻ താഴെ കാണിച്ച നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുടെ ഞാൻ അടുത്ത ഒരു ദിവസം വരാം. അതുകൊണ്ട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.